നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നിങ്ങളുടെ ഫിസിക്സ് ഒന്നാം ചാപ്റ്റർ ആയിരുന്നു അല്ലെ? ഒന്നാമത്തെ അധ്യായമായ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് അഥവാ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്ന ഒന്നാമത്തെ അധ്യായമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എന്നാൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ അധ്യായമാണ്, യൂണിറ്റ് സെക്കൻഡ്. ഏതാണത്? മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് അഥവാ വൈദ്യുത കാന്തിക ഫലം. ഓക്കെ, നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റിന്റെ ഭാഗമായി ഹീറ്റിംഗ് എഫക്ട് ആൻഡ് ലൈറ്റിംഗ് എഫക്ട് അല്ലെ, രണ്ട് ഫലങ്ങളാണ്. വൈദ്യുത പ്രവാഹത്തിന്റെ രണ്ട് ഫലങ്ങളായ താപഫലം, പ്രകാശഫലം, ഈ രണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിന്റെ തുടർച്ച എന്നോണം തന്നെയാണ് ഈ രണ്ടാമത്തെ അധ്യായം വന്നിരിക്കുന്നത്. കാരണം ഇവിടെ എന്താണ്? മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ആണ്. എന്ന് വെച്ചാൽ ഇലക്ട്രിക് കറന്റിന്റെ കാന്തിക ഫലം അല്ലെങ്കിൽ വൈദ്യുത കാന്തിക ഫലം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് കാന്തം അല്ലെങ്കിൽ മാഗ്നറ്റ്. നമുക്കറിയാം, എല്ലാവർക്കും വളരെ സുപരിചിതമാണ് അല്ലെ? വി ആർ വെരി നോൺ അബൌട്ട് ദിസ് മാഗ്നറ്റ്. സോ നമ്മൾ എവിടെയാണ് കൂടുതലായിട്ട് ഇത് കാണുന്നത്? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്പീക്കർ അല്ലെ, നമ്മൾ സ്പീക്കർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ആ സ്പീക്കറിന്റെ പിറകിലായിട്ട് നമുക്ക് മാഗ്നറ്റ് കാണാൻ കഴിയും. സോ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ് മാഗ്നറ്റ് എന്താണെന്നുള്ളത്. ഇനി വൈദ്യുത കാന്തിക ഫലം എന്ന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ നമുക്ക് കാന്തത്തെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഓക്കെ, നമ്മൾ സാധാരണയായി മാഗ്നറ്റ് എന്നത് രണ്ട് തരത്തിലാണുള്ളത്. രണ്ട് തരത്തിൽ, ഒന്ന് നാച്ചുറൽ, മറ്റൊന്ന് ആർട്ടിഫിഷ്യൽ. ഓക്കെ, magnet are two types. One is natural and another one is artificial. Okay, so ഇതാണ് മാഗ്നറ്റിന്റെ രണ്ട് വിഭാഗങ്ങൾ. One is natural and second one is artificial. എന്താണ് ഈ നാച്ചുറൽ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്? അതിന്റെ പേരിൽ നിന്ന് വ്യക്തമാണ്. കാരണം എന്താ? നാച്ചുറൽ മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നാച്ചുറലായി കാണപ്പെടുന്നത്. ഒരു ഉദാഹരണം പറയാൻ കഴിയുമോ? എല്ലാവർക്കും അറിയുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ കഴിയും നാച്ചുറൽ മാഗ്നറ്റ്സിന്. ഏതാണ്? എർത്ത്, നമ്മുടെ ഈ ഭൂമി. നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്നത് മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ആ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എർത്ത് എന്ന് പറയുന്നത് നാച്ചുറൽ മാഗ്നറ്റിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇതുപോലെ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്, അതിൽ നമുക്കറിയാം എന്താണ്? നോർമൽ, നമ്മൾ മുന്നേ പറഞ്ഞ സ്പീക്കറിലൊക്കെ കാണുന്ന മാഗ്നറ്റ്, അതെന്താണ്? ആർട്ടിഫിഷ്യൽ ആണ്. കാരണം ദേ ആർ മാൻ മെയ്ഡ് പ്രൊഡക്റ്റ് അല്ലെ? നമ്മളാണ് അതിനെ പ്രൊഡ്യൂസ് ചെയ്തെടുത്തത്. അപ്പം അത്തരത്തിലുള്ള നമ്മൾ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നാച്ചുറൽ മാഗ്നറ്റ്സിനെക്കാട്ടും നമ്മൾ കൂടുതലായിട്ട് ഇവിടെ ഏതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്? വി ആർ സ്റ്റഡിങ് അബൌട്ട് ദിസ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഭാഗത്തിൽ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം മാഗ്നറ്റ് എന്നത് ബാർ മാഗ്നറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. എന്താണ് ബാർ മാഗ്നറ്റ്? ജസ്റ്റ് ലൈക്ക് എ ബാർ സ്ട്രക്ചർ. ഓക്കെ, സോ നിങ്ങളുടെ സ്കൂളിലോ അല്ലെങ്കിൽ വീട്ടിലോ എല്ലാം കാണാം ഇതുപോലത്തെ ഒരു മാഗ്നറ്റ്, ഒരു ബാർ ഷേപ്പിലുള്ള മാഗ്നറ്റ്. അതിന്റെ ഷേപ്പ് അതായത് കൊണ്ടാണ് അതിന് ആ പേരും വരുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ ഈ ബാർ ഷേപ്പിലുള്ള അല്ലെങ്കിൽ ഒരു ബാർ മാഗ്നറ്റ് ആണ് നമ്മൾ എടുക്കുന്നത് കരുതുക. അങ്ങനെയാണെങ്കിൽ ദേ ഹാവ് ടു പോൾസ്, രണ്ട് ഭാഗങ്ങൾ അല്ലെങ്കിൽ രണ്ട് ധ്രുവങ്ങളാണ് ഈ മാഗ്നറ്റ് ഉണ്ടാവുക. ഏതാണ്? നോർത്ത് ആൻഡ് സൗത്ത്. വൺ ഈസ് നോർത്ത് and another one is south. These are the two poles of bar magnet or magnet. One is north and another one is south. Okay, ഇങ്ങനെയാണെങ്കിൽ ഈ മാഗ്നറ്റ്
എന്ന് പറയുന്ന മെറ്റീരിയൽ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത് ഫെറോ മാഗ്നറ്റ്സ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഉണ്ട്. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് സാധാരണയായി നമ്മൾ ഈ പ്രൊഡക്ഷൻ ഓഫ് മാഗ്നറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് നിക്കൽ, അയൺ, another example cobalt. ഓക്കെ, ഇത്തരം മെറ്റീരിയൽസ് ആണ് നമ്മൾ എന്താ പറയുന്നത് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള മെറ്റീരിയലിന്റെ ഒരു സംഖ്യ നമ്മൾ സാധാരണയായിട്ട് എന്ത് മാഗ്നറ്റിക് ബാർ മാഗ്നറ്റിക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായി ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള മെറ്റീരിയൽ കൂടി ചേർന്ന് നമ്മൾ ഒരു ബാർ മാഗ്നറ്റ് ആണ് ഇവിടെ എടുത്തതെങ്കിൽ അതിന്റെ രണ്ട് പോൾസ് ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തത്, വൺ ഈസ് നോർത്ത് ആൻഡ് സൗത്ത്. ഇത് കൂടാതെ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ മാഗ്നറ്റ് എന്ന് പറയുന്നത്? മാഗ്നറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ എന്താണ് ആക്ച്വലി? അതായത് ഏതൊരു മെറ്റീരിയലിനാണോ അതിന്റെ സറൗണ്ടിങ്സിൽ അല്ലെങ്കിൽ ചുറ്റുപാടിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ കാന്തിക വലയം സൃഷ്ടിക്കാൻ കഴിയുന്നത്, അത്തരം മെറ്റീരിയലിനെയാണ് അല്ലെങ്കിൽ അത്തരം പദാർത്ഥത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് മാഗ്നറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കാന്തിക വലയം എന്ന് പറയുന്നത്? ആക്ച്വലി നമ്മൾ ഒരു ഈ മാഗ്നറ്റ് ഉദാഹരണമായി എടുക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ മെറ്റീരിയലിന് അതിന്റെ സറൗണ്ടിങ്സിൽ ഒരു കാന്തിക മണ്ഡലം, ഒരു മാഗ്നറ്റിക് റീജിയൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഈ മാഗ്നറ്റിന്റെ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ലൈക്ക് അയൺ പോലുള്ള ഏതെങ്കിലും ഒരു വസ്തു കൊണ്ടുവരികയാണെങ്കിൽ ഈ മാഗ്നറ്റ് ആ അയൺ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും, അല്ലെ? അട്രാക്ട് ചെയ്യും. അങ്ങനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റീജിയന്റെ അകത്തേക്ക് നമ്മൾ കൊണ്ടുവരണം. കറക്റ്റ്? അതായത് നമ്മളിപ്പോ ഒരു മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഒരു ബാർ മാഗ്നറ്റ് എടുത്ത് നമ്മൾ കയ്യിൽ വെച്ചെന്ന് കരുതുക. അങ്ങനെ ഇറക്കി നമ്മൾ എത്ര അകലത്ത് വെച്ചാലും ഇത് തമ്മിൽ അട്രാക്ട് ചെയ്യോ? ഇതിപ്പോ ഒരു ഇരുമ്പാണെന്ന് വെക്കുക, ഒരു അയൺ ബാർ ആണെന്ന് വെക്കുക. ഈ അയൺ ബാർ ഇതിന്റെ എത്ര ദൂരത്ത് വെച്ച് കഴിഞ്ഞാലും ഈ മാഗ്നറ്റ് അയൺ അട്രാക്ട് ചെയ്യോ? ഇല്ല. എപ്പോഴാണ് അട്രാക്ട് ചെയ്യാം? ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അല്ലെ? ഇതിന്റെ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഈ മാഗ്നറ്റ് ഈ ഇരുമ്പിനെ അട്രാക്ട് ചെയ്യുകയുള്ളൂ. കറക്റ്റ്? അപ്പോൾ എങ്ങനെയാണ് ഇത് അട്രാക്ട് ചെയ്യപ്പെടുന്നത്? ഈ അയൺ ഇതിന്റെ കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്തേക്ക് പ്രവേശിക്കണം. പ്രവേശിച്ചാൽ മാത്രമേ they are attract to each other. ഓക്കെ, അപ്പം നമ്മളിവിടെ എടുക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് സ്റ്റാർട്ട് ഫ്രം നോർത്ത് ആൻഡ് ടു സൗത്ത്. നോർത്തിൽ നിന്ന് ആരംഭിച്ച് സൗത്ത് പോളില് എൻഡ് ചെയ്യും. ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ കാന്തിക വലയത്തിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എടുത്തു ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നോർത്തിൽ നിന്ന് ആരംഭിച്ച് സൗത്തിലേക്ക് നമ്മൾ പറയുന്നുണ്ടല്ലോ ആ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ കൂടെ ഈ മാഗ്നറ്റിന്റെ അടുത്തു നിന്നും എത്ര ഡിസ്റ്റൻസിലേക്ക്, എത്ര ദൂരത്തേക്ക് പോകുന്നോ അതിനനുസരിച്ച് ഈ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിൽ ഉണ്ടാകുന്ന ആ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. മീൻസ് നമ്മൾ ഇതിന്റെ കാന്തത്തിന്റെ അടുത്തടുത്തേക്ക് നോക്കുകയാണെങ്കിൽ ദേ ആർ മോർ ഡെൻസ്. കൂടുതൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് കൂടുതൽ ഡെൻസിറ്റിയിൽ കാണപ്പെടും. എന്നാൽ അകന്നകന്ന് പോകുന്നതിനനുസരിച്ചോ ഈ മാഗ്നറ്റിക് ഫീൽഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലായിട്ട് വരുന്ന കാണാം. ഈ ഡിസ്റ്റൻസ് അല്ല ഇവിടെയുള്ള ഡിസ്റ്റൻസ്, ഇവിടെ കാണുന്ന ഡിസ്റ്റൻസ് അല്ല ഇവിടെയുള്ള ഡിസ്റ്റൻസ്. മീൻസ് ഈ മാഗ്നറ്റിന്റെ അടുത്തായി കാണുന്ന ഒരു ഏരിയ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഏരിയയിൽ ഒരു യൂണിറ്റ് ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്തെങ്കിൽ ഈ യൂണിറ്റ് ഏരിയയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. എന്നാൽ നമ്മൾ ഈ ഭാഗത്താണ് എടുക്കുന്നതെങ്കിലോ ഇതേ ഒരു ഏരിയ നമ്മൾ ഇവിടെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ മാഗ്നറ്റിൽ നിന്ന് ദൂരോട്ട് പോകുന്നതിനനുസരിച്ച് ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ ഡെൻസിറ്റി വളരെ കുറവായിരിക്കും.
ഇതുകൊണ്ടാണ് എന്ത് ആ പർട്ടിക്കുലർ റീജിയൻ ആ ഏരിയ വരേക്ക് മാത്രമേ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. ഔട്ട് ഓഫ് ദിസ് ഫീൽഡ് ദ മാഗ്നറ്റ് കനോട്ട് അട്രാക്ട് ഓർ ഇന്ററാക്ട് വിത്ത് ദാറ്റ് മെറ്റീരിയൽ ലൈക്ക് അയൺ. ഓക്കെ, അപ്പം ഇതുകൊണ്ടാണ് എത്ര അകലത്ത് വെച്ചാലും അട്രാക്ഷൻ ഇല്ലാത്തതും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലേക്ക് വരുന്ന സമയത്ത് അട്രാക്ട് ചെയ്യപ്പെടുന്നതും. ഇതുപോലെ ഈ ഭാഗത്തേക്ക് നമുക്ക് കാണാം ഫ്രം നോർത്ത് ടു സൗത്ത്. ഓക്കെ, അപ്പൊ ആക്ച്വലി നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ ഏത് ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക? ടു പോൾസ് അല്ലെ, രണ്ട് പോളുകൾ, രണ്ട് ധ്രുവങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇതേ ഏരിയ, ഈ യൂണിറ്റ് ഏരിയ നമ്മൾ ഈ ഭാഗത്ത് നോർത്ത് പോളിലോ അല്ലെങ്കിൽ സൗത്ത് പോളിലോ ആണ് കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കാം. അങ്ങനെയാണ് നോക്കൂ, ഇവിടെ നമ്മൾ എടുത്തതിനെക്കാട്ടും എത്രയോ മടങ്ങ് അധികമാണ് ഈ രണ്ട് പോൾസിലും നമുക്ക് കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. റൈറ്റ്? ഇതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? മാഗ്നറ്റ്, രണ്ട് ബാർ മാഗ്നറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, സപ്പോസ് ഇതൊരു ബാർ മാഗ്നറ്റും ഇത് മറ്റൊരു ബാർ മാഗ്നറ്റ് ആണെന്ന് കരുതുക. നമ്മൾ ഈ ഒരു മാഗ്നറ്റിന്റെ അടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഈ ഭാഗത്ത് കൂടുതലായിട്ട് അട്രാക്ഷൻ നടക്കും. എവിടെ? പോൾസിൽ. കമ്പാരിറ്റീവ്ലി നമ്മൾ ഈ സൈഡ് കമ്പയർ ചെയ്യുന്ന സമയത്ത്, ഈ രണ്ട് സൈഡും കമ്പയർ ചെയ്യുന്ന സമയത്ത് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്ന റീജിയൻ എന്ന് പറയുന്നത് പോൾസിലായിരിക്കും. ഒന്നുകിൽ നോർത്ത് പോൾ അല്ലെങ്കിൽ സൗത്ത് പോൾ. കാരണം എന്തുകൊണ്ടാണ്? ദ ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഹൈ ഇൻ ബോത്ത് പോൾസ്. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് ഉണ്ടാവുന്ന അട്രാക്ഷനോ അല്ലെങ്കിൽ റിപ്പൽഷനോ ഏറ്റവും കൂടുതലായിട്ട് എഫക്ട് ആവുന്നത്. അല്ലേ? നമുക്കറിയാം, അത് നമുക്ക് സാധാരണ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, കടലിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനത്തെ രണ്ട് ബാർ മാഗ്നറ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇനി നമ്മൾ ഈ മാഗ്നറ്റിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് ഈ ഡിസ്റ്റൻസ്, ഇതാണ് ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. ഞാൻ ഈ കറക്റ്റ് സെൻട്രൽ പോയിന്റിൽ വെച്ചിട്ട് ഈ മാഗ്നറ്റിനെ ബ്രേക്ക് ചെയ്യാണ്, പൊട്ടിക്കുകയാണ്. അങ്ങനെയാണ് എനിക്ക് എന്ത് കിട്ടും? മറ്റ് രണ്ട്, ഈ ഒരു മാഗ്നറ്റിന്റെ രണ്ട് പീസ്, രണ്ട് കഷ്ണങ്ങൾ എനിക്ക് ഇവിടെ ലഭിക്കും. അല്ലെ? ഈ ഒന്നിനെ കട്ട് ചെയ്ത് ഒരു ഭാഗം കിട്ടി, അടുത്തൊരു ഭാഗം കിട്ടി. ഈ ഭാഗം, ഈ പോൾ ഏതാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. എന്താണത്? നോർത്ത് പോൾ ആണ്. ഈ പോർഷനോ? ദാറ്റ് ഈസ് സൗത്ത് പോൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ, ഈ രണ്ട് ഭാഗങ്ങളിൽ എന്താണ് വരുന്നത്? ആക്ച്വലി ഇവിടെ നോർത്ത് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദിസ് പോർഷൻ ബിക്കം സൗത്ത് ആൻഡ് ഓൾസോ ദിസ് വൺ ഈസ് നോർത്ത്. റൈറ്റ്? സെയിം ഇതുപോലെ തന്നെ ഇവിടെ എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ്സ്. From north to south. Clear? Same. ഈ ഭാഗത്തും മാഗ്നറ്റിക് ഫീൽഡ്സ് ഉണ്ടാവും ഇൻ സെയിം ഡിറക്ഷൻ. റൈറ്റ്? ഇനി നമ്മൾ ഇതിനെ പിന്നും ഭാഗിക്കാണെന്ന് വെച്ചോ, ഈ മാഗ്നറ്റിനെ വീണ്ടും നമ്മൾ രണ്ടായി, ഈ മാഗ്നറ്റിനെ നമ്മൾ രണ്ടായി ഭാഗിക്കുകയാണെങ്കിൽ സെയിം, ഒരു പീസ്, സെക്കൻഡ് പീസ്, ആൻഡ് തേർഡ് വൺ, ആൻഡ് ദ ലാസ്റ്റ് ഫൈനൽ വൺ. ഓക്കെ, 4 ഭാഗങ്ങൾ കിട്ടുമല്ലോ. ഈ ഭാഗം നമുക്ക് ഓൾറെഡി അറിയാം, നോർത്ത്. റൈറ്റ്? ഈ ഭാഗം നമുക്കറിയാം, ഈ സൗത്ത്. ഈ പോർഷൻ നോർത്ത്, ഈ പോർഷൻ സൗത്ത്. Then this become south, north, south and north. Clear? എന്ന് വെച്ചാൽ നമ്മൾ ഒരു ബാർ മാഗ്നറ്റിനെ എത്ര തവണ, എത്ര ടൈംസ് നമ്മൾ അതിനെ കട്ട് ചെയ്ത് ഡിഫറെന്റ് പാർട്ട് ആക്കി കഴിഞ്ഞാലും ആ ഓരോ പാർട്ടും എന്ത് കീപ്പ് ചെയ്യും? 2 പോൾസ് കീപ്പ് ചെയ്യും. ഒരു സൈഡ് നോർത്ത് ആയും മറ്റൊരു സൈഡ് സൗത്ത് ആയും, നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. ആ എത്ര നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും
ആ ഓരോ ഡിവിഷനിലും നോർത്ത് പോളും സൗത്ത് പോളും നമുക്ക് ലഭിച്ചിരിക്കും. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് നോക്കാം. ഉദാഹരണം, ഈ ഫീൽഡ് നമ്മൾ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരിക, നോർത്ത് ടു സൗത്ത്, നോർത്ത് ടു സൗത്ത്, സെയിം വേ നോർത്ത് ടു സൗത്ത്, സോ from north to south. Okay, from north to south. Clear? Okay, ഇതാണ് ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത്. Is it clear? Okay, അപ്പൊ എന്താണ് മാഗ്നറ്റ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ഓർ വൈദ്യുത കാന്തിക ഫലം? Generally, magnets are two types. One is natural and another one is artificial. Artificial, an example, that is our bar magnet. Generally, the bar magnets are made up of ferromagnetic materials like nickel, iron and cobalt. Okay. And bar magnet have two poles, one is north and another one is south. And the magnetic fields are producing from north and its end to, and also its ending in the side of south. Okay. അതുപോലെ the magnetic field density is high in both poles compared to this part. Clear? Okay, right.